തീർച്ചയായിട്ടും കാര്യം അത്രയും ജനങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹത്തിന്റെ അതിനൊരു സാധ്യത തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് പോസിറ്റീവായിട്ട് ഇന്ന് അദ്ദേഹം അവിടുത്തെ ഒരു MP അല്ലാഞ്ഞിട്ട് പോലും അന്ന് തൃശ്ശൂർക്കാർ മാത്രമല്ല കേരളത്തിലെ ആബാലപത്രം ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് പരിഹാരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പരാജയപ്പെട്ടിട്ടും തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു. ഓരോ ജനമനസ്സുകളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. സുരേഷ് ചേട്ടൻ എവിടെ നിന്നാലും ഇത്രയധികം ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാം കാണുന്നുണ്ടല്ലോ. നമുക്ക് ഒരുപാട് പൊളിറ്റീഷ്യൻസ് ഉണ്ട്, ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. സോ ഹീസ് ഡൂയിങ് സോ മെനി. അപ്പൊ നമ്മളത് കൺസിഡർ ചെയ്യണല്ലോ. നമ്മളെപ്പോഴും ഒരു പാർട്ടി നോക്കിയിട്ടല്ല വോട്ട് ചെയ്യേണ്ടത്, ആളുകൾക്ക് വോട്ട് ചെയ്യണം. ദാറ്റ്സ് ടൈം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട സമയമായി. ഉണ്ണി ഇതേപോലെ ചെയ്തു വരികയാണെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യണം. അത് ഏതായാലും ശരി. ഉണ്ണി ഇപ്പൊ സുരേഷ് ചേട്ടന്റെ പോലെ ചെയ്തു വരികയാണെങ്കിൽ ഉണ്ണിക്കും വോട്ട് കിട്ടണം. അതാ ഞാൻ പറഞ്ഞത്, ആള് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം. നമ്മളുടെ വോട്ട് ഇമ്പോർട്ടന്റ് ആണല്ലോ. സോ അത് ആലോചിച്ച് ചെയ്യണം. സുരേഷ് ഗോപിനെ ജയിപ്പിക്കണം. സുരേഷ് ഗോപിനെ ജയിപ്പിക്കണം. എന്താന്ന് വെച്ചാലേ, സുരേഷ് ഗോപി എന്ന് വെച്ചാൽ ഭരണത്തിൽ നിന്നും 5 രൂപ പോലും കൈപ്പുല്ലല്ലോ. സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്താണ് ചെലവാക്കണത്. മറ്റുള്ള മന്ത്രിമാര് മുഴുവനും ഭരണത്തിൽ കയറിയിട്ട് ഭരണത്തിൽ കയറി അവരുടെ കുടുംബം നന്നാകല്, അതല്ലേ ഉള്ളൂ. അഴിമതി അതാണ് അഴിമതി. ഇങ്ങനെ ഒരു വ്യക്തി വരികയാണെങ്കിൽ എല്ലാം അവിടെ കേരളം മുഴുവൻ ഇങ്ങനെയുള്ള ഒരാള്, അങ്ങനെ ഒരു സ്വാർത്ഥത ഇല്ലാത്ത ഒരാള് ഭരണത്തിൽ കയറുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷം. നമ്മുടെ നാടിന്റെ ഈ ദാരിദ്ര്യവും പഞ്ഞോ അഴിമതിയോ ഒന്നും മാറും. അതുപോലെ ഒരു ശക്തനായ ഒരു മന്ത്രിനെ നമുക്ക് കിട്ടുകയും ചെയ്യും. സുരേഷ് ഗോപിയുടെ അത്രയും പരിചയസമ്പന്നനല്ലല്ലോ. ഇതെന്ന് വെച്ചാൽ എന്തും നേരിടാനും ജനങ്ങൾ അവരുടെ കൂടെ സുരേഷ് ഗോപിയുടെ കൂടെ നിൽക്കാനും ഒറ്റടക്കം. സുരേഷ് ഗോപി ഇപ്പൊ ഇതിൽ ഇറങ്ങിയിട്ടല്ല ദാനധർമ്മങ്ങൾ ചെയ്യണം. അല്ലാതെ ഒരുപാട് ചെയ്ത് ഭരണത്തിൽ കയറാൻ വേണ്ടി അല്ലാതെ ഇപ്പോഴല്ലേ ഭരണത്തിൽ വന്നുള്ളൂ. അതിക്ക് മുമ്പേ സുരേഷ് ഗോപിനെ എല്ലാവർക്കും അറിയാം, നല്ലൊരു മനുഷ്യൻ. അപ്പൊ പിന്നെ സുരേഷ് ഗോപിയുടെ അത്രയും വരുവാ പ്രായം കൊണ്ടും അറിവ് കൊണ്ടും എല്ലാം കൊണ്ടും ജയിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാ പിള്ളേരല്ലേ, നിക്കണെങ്കിൽ നല്ലതാണ്. നല്ല പിന്നീടാണെങ്കിലും മുൻപിലും ആളുണ്ടെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോയിക്കോളും. അതില് നമുക്ക് ജനങ്ങളുടെ ഇത് പറയാൻ പാടില്ല. എനിക്കത് പറയാൻ പറ്റില്ല ജയിക്കുവാന്ന്. കാരണം നമ്മൾ ആ സിനിമ കണ്ടതുകൊണ്ട് പുള്ളിയെ നമ്മൾ ഹിന്ദുക്കളായതുകൊണ്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടതായിരിക്കും. അത് ജയിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ജയിക്കണമെന്നാണ് വിശ്വാസം. അങ്ങനെ പുള്ളി നല്ലൊരു സൽപ്രവർത്തി ചെയ്യുന്ന വ്യക്തിയാണ്. ആരെയും ഇങ്ങനെ പാർട്ടിയെന്ന് ഒന്നും നോക്കാതെ ആർക്ക് ആപത്ത് വന്നുള്ള ഉപകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ജയിക്കണമെന്ന് തന്നെ ഞങ്ങളുടെ ആഗ്രഹം. നല്ലൊരു മാറ്റം ഉണ്ടാവും. കാരണം ഇനി നമ്മൾ 2 കൂട്ടരും ഭരണം കഴിഞ്ഞ് മൂന്നാമത്തവർക്ക് ഒരു അവസരം കൊടുക്കണ്ടേ? അവരിൽ നിന്നുള്ള ഭരണവും കൂടി നമ്മളൊന്ന് കാണണ്ടേ? കലാസാഹിത്യ മേഖലയിലുള്ളവർ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് കേരളത്തിന്റെ പല നിഷ്പക്ഷപാതികളായിരിക്കുന്ന വ്യക്തികൾ പോലും ഇന്ന് ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളോട് അനുകൂലമായിട്ട് വന്നിരിക്കുന്നുണ്ട്. അത് 24 വോട്ടിങ്ങിൽ കാണാൻ സാധിക്കും. അല്ല, ഉണ്ണി മുകുന്ദനെ കുറിച്ചൊന്നും നമുക്ക് പറയാനുണ്ട്. നമ്മൾ അതിലൊന്നും വലിയൊരാളൊന്നുമല്ല. അദ്ദേഹം ഒരു നല്ലൊരു കലാകാരനാണ്, ഒരു ദേശീയ വിശ്വാസിയാണ്, രാഷ്ട്രബോധമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ദേശബോധത്തോടു കൂടി അദ്ദേഹം പ്രവർത്തിക്കുന്നു. അല്ല, സാധ്യതയുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ രാഷ്ട്രീയ തലത്തിൽ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളല്ലേ. അതാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ മഹത് വ്യക്തി ചെയ്യുന്ന പ്രവർത്തനങ്ങളിലാണ് സമൂഹം അംഗീകരിക്കുന്നത്. അല്ലാതെ ആ വ്യക്തിയെ എന്ന് പറയുന്ന വ്യക്തിയെ അല്ല അംഗീകരിക്കുന്നത്. അദ്ദേഹം ചെയ്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, അതിനെയാണ് സമൂഹം അംഗീകരിക്കുന്നത്. ആ അംഗീകാരത്തിനെയാണ് ജനങ്ങൾ അത് വോട്ടായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിജയിക്കാം. രാഷ്ട്രീയത്തിനപ്പുറം എന്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നല്ലൊരു വ്യക്തിയായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ അത് ഈ നാടിന് വലിയൊരു നേട്ടമായിരിക്കുമെന്ന് ചിന്തിക്കുന്നു. തീർച്ചയായും കേരളത്തിലൊരു വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം കേരളത്തിലെ ജനതയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തമ്മിലടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം നേടിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവർക്ക് വോട്ട് ചെയ്ത നിഷ്പക്ഷമതികളായിട്ടുള്ള കേരളത്തിലെ വോട്ടർമാർ യഥാർത്ഥ ദേശീയതയും ഭാരതത്തിൻ്റെ
ലോകത്തിൻ്റെ മുന്നിൽ ഭാരതം ഇന്ന് കൈവരിച്ച നേട്ടവും ആ തരത്തിൽ കേരളം മാറേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ ജനവിഭാഗം കേരളത്തിലുണ്ട്. അല്ല, ഉണ്ണി മുകുന്ദൻ വളരെ കലാരംഗത്ത് ഉയർന്നു വന്ന ഒരു യുവാവാണ്. വളരെ നല്ല ക്യാരക്ടറായിട്ട് അദ്ദേഹം സിനിമയിലൂടെ ജനഹൃദയങ്ങളിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു സ്വാധീനം അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. വ്യക്തികളെക്കാളേറെ അവർ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം, ആശയം, അതിന് കേരളത്തിൽ അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് നെഞ്ചുറപ്പോടുകൂടി പറയാൻ തയ്യാറായിട്ടുള്ള കലാകാരന്മാർ, സാഹിത്യകാരന്മാരൊക്കെ ഇന്ന് കേരളത്തിൽ ഉയർന്നു വരികയാണ്. മുമ്പ് നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ലായിരുന്നു. കലാരംഗത്തും അതുപോലെ സാഹിത്യ രംഗത്തും ഒക്കെ തന്നെ ഈ ഭാരതീയ ദേശീയതയിൽ അഭിമാനം കൊള്ളുന്ന അല്ലെങ്കിൽ ഭാരതീയ ദേശീയതയ്ക്ക് വേണ്ടി കാര്യങ്ങൾ പറയാൻ തയ്യാറായിട്ടുള്ള ആളുകൾ വളരെ വിരളമായിരുന്നു. പക്ഷെ ഇന്ന് രാജ്യത്ത് മൊത്തത്തിൽ നടക്കുന്ന രാജ്യത്തിൻ്റെ ഉണർവ്, ലോകത്തിൻ്റെ മുന്നിൽ ഭാരതത്തിൻ്റെ യശസ് ഉയരുന്നതായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ അവർ ആ തരത്തിൽ മുന്നോട്ട് വരും. അതിനെയാണ് ജനം സ്വീകരിക്കാൻ പോകുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂരിലെ ജനങ്ങളുടെ ഹൃദയം കവർന്നിരിക്കുകയാണ്. അദ്ദേഹം നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷമായിട്ടുള്ള ജനങ്ങളോടുള്ള സഹകരണം, ഇതെല്ലാം തന്നെ അദ്ദേഹം പാർട്ടിയോ മതമോ ജാതിയോ നോക്കിയിട്ടൊന്നുമല്ല, കേരളത്തിലെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരുടെയും മുന്നിലേക്ക് സഹായഹസ്തവുമായി അദ്ദേഹം എത്തുന്നു. അത് യഥാർത്ഥ ഒരു മനുഷ്യ സ്നേഹിക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. ആ അർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് കിട്ടുന്ന വലിയ ഒരു സ്വാധീനവും അംഗീകാരവുമാണ് തൃശ്ശൂരിൽ പ്രതിഫലിക്കാൻ പോവുക. അതിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും ആ ഒരു പ്രതിഫലനം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിൽ ആകമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിപ്പോഴൊന്നും പറയാൻ പറ്റില്ല. സാധാരണ നിൽക്കുന്ന സ്ഥലം നോക്കണം, ഏത് ലോക്സഭാ മണ്ഡലത്തിനാണ് നിൽക്കുന്നത് നോക്കണം, അവിടുത്തെ മെജോറിറ്റി ആരാന്ന് നോക്കണം. അല്ല നമുക്ക് വേറെ എവിടെങ്കിലും നിന്നാൽ പറയാം, ഇപ്പം ക്രിസ്ത്യൻ മെജോറിറ്റി അല്ലെങ്കിൽ മുസ്ലിം മെജോറിറ്റി ഉള്ള സ്ഥലത്ത് മലപ്പുറത്ത് കൊണ്ട് നിർത്തിയ ഉണ്ണിമുകുന്ദൻ ജയിക്കുമോ? അപ്പൊ അങ്ങനെ നോക്കണം, ഏത് സ്ഥലത്താണ് നിൽക്കുന്നത്, പിന്നെ ഏത് പാർട്ടിയുടെ ആളാണ്, അങ്ങനെ എല്ലാം നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ജയിക്കുമോ തോൽക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം സുരേഷ് ഗോപി മതം നോക്കാറില്ല, രാഷ്ട്രീയം നോക്കാറില്ല, എല്ലാവർക്കും സാമൂഹ്യപരമായിട്ട് ഒരുപാട് സാമ്പത്തികമായിട്ട് സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മനുഷ്യത്വമാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര. ആ മനുഷ്യത്വം കൊണ്ട് രാഷ്ട്രീയം നോക്കാതെ മതവും നോക്കാതെ അദ്ദേഹത്തിന് എല്ലാവരും വോട്ട് ചെയ്യും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ആ വ്യക്തിത്വം മോദി അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. മോദി വരെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്നുള്ള പ്ലസ് പോയിന്റ് അത് കിട്ടും. BJPക്ക് സീറ്റ് കിട്ടുന്നതിന്റെ തീർച്ചയായിട്ടും അവസരങ്ങളുണ്ട്. ജനങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് BJPക്ക് സീറ്റ് കിട്ടാനുള്ള അവസരങ്ങൾ ഒട്ടനവധിയുണ്ട്. അപ്പോൾ നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്നുണ്ട് BJP ഗവൺമെന്റ്. വികസനം വലിയൊരു ഫാക്ടർ തന്നെയാണ്. ജനങ്ങൾ ജീവിക്കണം, വികസനം വലിയൊരു ഫാക്ടർ തന്നെയാണ്. ഏതാണ്ട് 20 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും വിമുക്തമാക്കിയ ഒരു പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ജനങ്ങൾ അത് കാണുന്നുണ്ട് എന്നാണ് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നത്. ആ വികസനവും ഇതേപോലെയുള്ള വീണ്ടെടുക്കൽ, ഇപ്പൊ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരമാണല്ലോ ഇത് വന്നത്. അപ്പൊ ആ ഇങ്ങനത്തെ രണ്ട് വശങ്ങളിൽ കൂടിയും രാജ്യം മുന്നോട്ട് പോകുന്നു. പ്രതിരോധ സംവിധാനങ്ങളിലാണെങ്കിലും മറ്റു സംവിധാനങ്ങളിലും വളരെ ശക്തമായ രീതിയിലാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. നമ്മൾ പാർട്ടിയുടെയും മറ്റ് സംഘടനകളുടെയും ഒരു ഡ്രൈവ് വെച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ജയിക്കാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയപരമായി മറ്റ് രണ്ട് കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിച്ചില്ലെങ്കിൽ അദ്ദേഹം ജയിക്കുമെന്ന് തന്നെയാണ് ഒരു വിലയിരുത്തപ്പെടുന്നത്. ജനങ്ങളുടെ ഒരു പിന്തുണ അറിയാമല്ലോ, ജനങ്ങളുടെ ഒരു പിന്തുണ കൂടിക്കൂടി വരുന്നൊരവസ്ഥയാണ്. പണ്ടുള്ള മാതിരി പണ്ടൊരു പിന്തുണ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു വലിയൊരു ബഹുജന, ഒരു പോപ്പുലസ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് വിവിധ മതങ്ങളിൽ നിന്നും, ഹൈന്ദവരിൽ മാത്രമല്ല ക്രിസ്ത്യൻ സമുദായങ്ങളിൽ നിന്നും, ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന, വികസനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന മുസ്ലിം സമുദായങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് പിന്തുണ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായിട്ടും പാർട്ടി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. മത്സരിച്ചാൽ എങ്ങനെയുണ്ടാവുന്ന അദ്ദേഹത്തിന് ഇമേജ് ഉള്ള ഒരു വ്യക്തിയാണ്. അത് ഇമേജുള്ള വ്യക്തികളെയാണ് പാർട്ടി തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുന്നത്. ഇത് വളരെയധികം ടൈറ്റ് കോണ്ടസ്റ്റ് ആണ് കേരളത്തിൽ നടക്കുന്നത്. അദ്ദേഹം നല്ലൊരു വ്യക്തിയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം മത്സരിച്ചാൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ഉണ്ടാവും, യാതൊരു സംശയമില്ല. അതിനകത്ത് തിരുവനന്തപുരം മറ്റൊക്കെ സാധ്യതയുള്ള സീറ്റുകളാണ്. അപ്പോൾ 4-5 സീറ്റുകൾ പാർട്ടി അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. വളരെയധികം സാധ്യതയുള്ള സീറ്റുകളാണ്. അവിടെ നല്ല കോമ്പറ്റീഷൻ കാഴ്ചവെക്കാം എന്നുള്ളൊരു വിശ്വാസം പാർട്ടിക്കുണ്ട്. അങ്ങനെ കാഴ്ചവെക്കാൻ പറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അതേക്കുറിച്ച് നമുക്കൊന്നും പറയാൻ സാധ്യമല്ല. കാരണം ജനങ്ങൾ എങ്ങനെ കാരണം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ജനങ്ങളെ സംബന്ധിച്ച്. കാരണം ജനങ്ങൾ പഴയ പോലെ അല്ലല്ലോ. ഒരാളെ നുണ പറഞ്ഞ് ഒരുപാട് കാലം വിശ്വസിപ്പിക്കാനൊന്നും പറ്റില്ല. ലൈവായിട്ട് ജനപരിവർത്തനത്തിൽ എല്ലാവർക്കും വിവരങ്ങൾ കിട്ടുന്ന കാലമാണ്. അപ്പോൾ നന്മ ചെയ്യുന്ന ആളുകൾ ജയിക്കണമെന്ന് സമൂഹത്തിന് തോന്നിയാൽ ഉണ്ണിമുകുന്ദനും ജയിക്കാം. അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ്.
അത് കേരള സമൂഹം തിരിച്ചറിയുമെങ്കിൽ അദ്ദേഹത്തെ ജയിച്ചാൽ അദ്ദേഹം ഒരു പക്ഷേ മന്ത്രിയാകാം. കാരണം നാടിന് നന്മ ചെയ്യുന്ന ആളുകളാണ് ജയിപ്പിക്കേണ്ടത്. രാഷ്ട്രീയം നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ അല്ല. കേരളത്തിൽ മാത്രമാണ് നമുക്ക് ഈ സങ്കുചിത രാഷ്ട്രീയ ജാതി മത ചിന്തകളുള്ളത്. നമ്മൾ പുരോഗമനമുള്ള ആൾക്കാരാണെന്ന് പറയുമെങ്കിലും നവോത്ഥാനമൊക്കെ ഉണ്ടെന്ന് പറയുമെങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പോഴും ഇടുങ്ങിയ ചിന്താഗതി തന്നെയാണ്. കാരണം ഭരിക്കുന്ന അല്ലെങ്കിൽ മത്സരിക്കുന്ന ആളിന്റെ ക്വാളിറ്റി നോക്കി വോട്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ കുറവാണ്. എല്ലാവരുടെയും മതവും ജാതിയും ഒക്കെ നോക്കും.